ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കോടതി ജാമ്യം അനുവദിച്ച വാർത്ത കേരളത്തിലെ ഭക്തജനങ്ങളെയും പൊതുസമൂഹത്തെയും ഒരുപോലെ ഞെട്ടിക്കുന്നതാണ്. അറസ്റ്റിലായി മാസങ്ങൾ പിന്നിട്ടിട്ടും അന്വേഷണ സംഘത്തിന് കൃത്യസമയത്ത് കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കാത്തതാണ് പ്രതിക്ക് നിയമപരമായ ആനുകൂല്യം ലഭിക്കാൻ കാരണമായത്. ഇത് കേസിന്റെ നാൾവഴികളും അന്വേഷണത്തിലെ പാളിച്ചകളും പരിശോധിക്കുമ്പോൾ വലിയ രീതിയിലുള്ള വീഴ്ചകളാണ് പോലീസിന്റെയും പ്രധാനപ്പെട്ട അധികൃതരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് വ്യക്തമാകുന്നു. പത്തനംതിട്ട ജില്ലയിലെ കോടതിയാണ് 90 ദിവസത്തെ റിമാൻഡ് കാലാവധി അവസാനിച്ച സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം നൽകിയത്. ഒരു വലിയ ക്രിമിനൽ കേസിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകുന്നതിൽ നേരിട്ട ഈ കാലതാമസം വലിയ രാഷ്ട്രീയ ഭരണപരമായ ചർച്ചകൾക്കും വഴിമരുന്നിട്ടിരിക്കുകയാണ്. ശബരിമലയിലെ പുണ്യപ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തിയിൽ നിന്ന് ഇത്തരത്തിലൊരു കൃത്യമുണ്ടായത് അയ്യപ്പ ഭക്തരെ വല്ലാതെ വേദനിപ്പിച്ച ഒന്നായിരുന്നു. ക്ഷേത്രത്തിലെ സ്വർണ്ണ ഉരുപ്പിടികളിലും വഴിപാട് സാധനങ്ങളിലും കൈകടത്തിയെന്ന ഗൗരവകരമായ ആരോപണമാണ് ഇയാൾക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ ഇയാൾക്കെതിരെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് അവകാശപ്പെട്ടിരുന്നെങ്കിലും ആ തെളിവുകളെ ഒരു കുറ്റപത്രത്തിന്റെ രൂപത്തിലാക്കി കോടതിയിൽ ഹാജരാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചില്ല എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. സാധാരണഗതിയിൽ ഇത്തരം സെൻസേഷണൽ കേസുകളിൽ നിശ്ചിത സമയത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് ജാഗ്രത കാണിക്കാറുണ്ട്. എന്നാൽ ഇവിടെ 90 ദിവസം എന്ന നിർണായക സമയം അതിക്രമിച്ചിട്ടും നിയമപരമായ നടപടികൾ പൂർത്തിയാക്കാത്തത് അസ്വാഭാവികമാണെന്ന ആക്ഷേപം ശക്തമാണ്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്ത സമയം മുതൽ അന്വേഷണ സംഘം വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. പ്രതിയുടെ പക്കൽ നിന്ന് സ്വർണം കണ്ടെടുക്കാനും ഗൂഢാലോചനയിൽ പങ്കെടുത്ത മറ്റുള്ളവരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനും സാധിക്കുമെന്ന് കരുതപ്പെട്ടിരുന്നു. എന്നാൽ കേസിന്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ അന്വേഷണം എങ്ങും എത്താത്ത അവസ്ഥയിലാണെന്ന് കാണാം. പ്രതിക്ക് ജാമ്യം ലഭിച്ചതോടെ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനുമുള്ള സാധ്യതയുണ്ടെന്ന് ഭക്തസംഘടനകൾ ആശങ്കപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ പരിശുദ്ധിയെയും വിശ്വാസത്തെയും ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ സർക്കാർ കുറച്ചുകൂടി ഗൗരവത്തോടെ ഇടപെടേണ്ടതായിരുന്നു എന്ന വാദവും ഉയരുന്നുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിലുള്ള അനാസ്ഥയാണോ അതോ രാഷ്ട്രീയമായ സമ്മർദ്ദങ്ങൾ കേസിനെ ബാധിച്ചോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നത് പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ നൽകുമെന്ന് നിയമരംഗത്തുള്ളവർ എപ്പോഴും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. ശബരിമല പോലൊരു പുണ്യകേന്ദ്രത്തിലെ സ്വത്ത് അപഹരിക്കപ്പെട്ട കേസിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടേണ്ടതും അനിവാര്യമാണ്. എന്നാൽ നിയമപരമായ സാങ്കേതികതകൾ മുൻനിർത്തി പ്രതിക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞത് അന്വേഷണ ഏജൻസിയുടെ വലിയ പരാജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. ക്ഷേത്ര ഭരണസമിതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ വലിയ തോതിലുള്ള ഫോളോ അപ്പുകൾ ഉണ്ടായില്ലെന്ന വിമർശനവും നിലനിൽക്കുന്നുണ്ട്. സ്വർണത്തിന്റെ കൃത്യമായ അളവും അത് എവിടൊക്കെ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നതും സംബന്ധിച്ച വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. ഈ കേസ് കേവലം ഒരു മോഷണ കേസ് എന്നതിലുപരി ശബരിമലയുടെ സുരക്ഷയെയും അവിടുത്തെ ആഭരണങ്ങളുടെ കൈകാര്യം ചെയ്യലിനെയും കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. മുൻപും ഇത്തരം ആരോപണങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ടെങ്കിലും ഇത്രയും വ്യക്തമായ തെളിവുകളോടെ പിടിക്കപ്പെട്ട ഒരു കേസിലും അനാസ്ഥ തുടരുന്നത് അപലപനീയമാണ്. പ്രതിക്ക് ജാമ്യം ലഭിച്ചത് കേസിനെ മെറിറ്റിനെ ബാധിക്കില്ലെന്ന് പോലീസ് പറയുമ്പോഴും കുറ്റപത്രം വൈകുന്നത് പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം ഒട്ടും ശുഭകരമല്ല. നിയമവാഴ്ചയുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ എത്രയും വേഗം ഉറപ്പാക്കുകയാണ് വേണ്ടത്. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങളും നിയമപരമായ പോരാട്ടങ്ങൾക്കും കേരളം സാക്ഷ്യം വഹിക്കുമെന്നത് ഉറപ്പാണ്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മുഴുവൻ വസ്തുതകളും പുറത്തു കൊണ്ടുവരാൻ ഉന്നത തലത്തിലുള്ള അന്വേഷണം വേണമെന്ന ആവശ്യവും ഇപ്പോൾ ശക്തമായിരിക്കുകയാണ്.